കുബേര ധനുഷ് നായകനായി തമിഴ് തെലുങ്ക് ഭാഷകളിൽ വന്നിരിക്കുന്ന പടമായിരുന്നു കുബേര. ഇറങ്ങിയ ദിവസം തന്നെ ജൂൺ 20 തന്നെ ചിത്രം കണ്ടിരുന്നു. തമിഴ് തെലുങ്ക് കൂടാതെ മറ്റു ഭാഷകളിലും ചിത്രം റിലീസ് ചെയ്തിട്ടും ഉണ്ട്. ഒരു ബിഗ് ബജറ്റ് ഹെവി പടം തന്നെയാകുന്നു കുബേര. വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ചിത്രത്തിന് കയറിയത്. കാര്യം അങ്ങനെയായിരുന്നു ചിത്രത്തെപ്പറ്റി മുൻപ് വന്ന പ്രൊമോകളും കഥകളും നമ്മെ സ്വാധീനിച്ചത്. ചിത്രത്തിൻ്റെ ഒന്നാം പകുതിയും കഥ പറഞ്ഞു തുടങ്ങിയ രീതിയും ക്യാരക്ടറിന് കൊടുത്ത വിവരണങ്ങളും ഒക്കെ ഒന്നാം പകുതിയിൽ ഉഷാറായി തന്നെ വന്നു. കുബേരയുടെ കഥ എന്ന് പറയുന്നത് രാജ്യത്തെ തന്നെ ധനികരിൽ ഒരാൾ പണമുണ്ടാക്കാൻ ഉള്ള ഒരു വൻ സ്രോതസ് കണ്ടുപിടിക്കുന്നതും അത് രാജ്യത്തെ ഇംപ്ലിമെൻ്റ് ചെയ്യുവാൻ വേണ്ടി രാഷ്ട്രീയമായുള്ള സഹായം തേടുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളും ആണ് കുബേരയിൽ പറയുന്നത്. രാഷ്ട്രീയ സഹായത്തിനുമപ്പുറം സാമ്പത്തിക സഹായങ്ങൾക്ക് വേണ്ടിയുള്ള ടൂൾസായി ധനികൻ തിരഞ്ഞെടുക്കുന്ന ഭിക്ഷക്കാരിൽ ഒരാളാകുന്നു ധനുഷിൻ്റെ കഥാപാത്രം. ഇവർക്കിടയിൽ ഒരു ഏജൻ്റായി നാഗാർജുനയുടെ CBI ഓഫീസർ കഥാപാത്രവും ഉണ്ട്. നന്മ നിറഞ്ഞ CBI ഓഫീസർ ആണെന്നിരിക്കലും വ്യക്തിപരമായ ചില പ്രശ്നങ്ങളിൽ പെട്ടത് കാരണം നാഗാർജുനയുടെ കഥാപാത്രം തെറ്റുകളിലൂടെയുള്ള വഴിയെ പോകുന്നതായി ചിത്രം പറയുന്നു. ഇങ്ങനെയുള്ള സിനിമയുടെ തുടക്ക ഭാഗങ്ങൾ ചിത്രത്തിൽ ഭംഗിയായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ വ്യക്തിപരമായി അഭിപ്രായം നോക്കുമ്പോൾ രണ്ടാം പകുതിയിലേക്ക് ചിത്രം എത്തുമ്പോൾ ഗ്രാഫ് താഴ്ന്നു പോകുന്നതായി തന്നെ തോന്നി. ആദ്യ പകുതിയിലെ ഒരു എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് സുഖം പിന്നീട് പടത്തിൽ വന്നില്ല. ഒന്നാം പകുതിയിലെ അതേ ലെവലിൽ തന്നെ പടം പോയിരുന്നുവെങ്കിൽ ഒരു പാൻ ഇന്ത്യൻ സൂപ്പർ ഹിറ്റ് തന്നെ സംഭവിക്കുമായിരുന്നു. നാഗാർജുനയൊക്കെ മൊത്തത്തിൽ സൈഡായി പോയ പോലെ തോന്നി. രശ്മിക മന്ദാനയുടെ കഥാപാത്രം ഒരു സാധാരണ പെൺകുട്ടിയുടേതായിരുന്നു. സ്ഥിരം ചെയ്തു വരുന്ന ലൗഡ് കഥാപാത്രങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നതായിരുന്നു രശ്മികയുടെ ഇവിടുത്തെ കഥാപാത്രം. താരപരിവേഷം തീരെ തോന്നാത്ത ഒരു നാടൻ റോൾ ആയിരുന്നു അത്. ഫസ്റ്റ് ഹാഫിലൊക്കെ ധനുഷിന് പെർഫോം ചെയ്യാൻ സ്പേസ് ഉണ്ടായിരുന്നു. രണ്ടാം പകുതിയിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാൻ ഇല്ലാത്ത സ്ഥിതിയായിരുന്നു. മാസ് എലമെൻറ്റ്സ് ഒക്കെ ഒരു തരത്തിൽ ഇടാൻ നോക്കിയെങ്കിലും അതൊന്നും തന്നെ തിയേറ്ററിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയതായി തോന്നിയും ഇല്ല. കുബേരയുടെ ഒരു ഔട്ട്ലൈൻ കഥ കേട്ടാൽ എക്സൈറ്റ്മെൻറ്റ് തോന്നുമെങ്കിലും പടം പകുതി കഴിയുമ്പോൾ രസിസ്റ്ററുടെ പൊട്ടുന്നു. അതായത് ഉദ്ദേശം 3 മണിക്കൂറിൽ കൂടുതൽ ദൈർഘ്യമുള്ള പടത്തിൻ്റെ 1.5 മണിക്കൂറോളം ത്രില്ലിംഗ് തന്നെ ആയിരുന്നു എന്ന് പറയാം. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ തന്നെ തരംഗമായി മാറിയ ഹാപ്പി ഡേയ്സിൻ്റെയൊക്കെ സംവിധായകൻ ശേഖർ കമൂലയാണ് കുബേര സംവിധാനം ചെയ്തിരിക്കുന്നത്. ഹരീഷ് പേരടിയും ചിത്രത്തിൽ ഒരു ഇമ്പോർട്ടൻ്റ് വേഷത്തിൽ എത്തുന്നു. 150 കോടിയോളം രൂപ മുടക്കിയാണ് ചിത്രം ഇറക്കിയതെന്നും വാർത്തകൾ ഉണ്ട്. കുബേരയുടെ മ്യൂസിക് ദേവിശ്രീ പ്രസാദാണ്. മൊത്തത്തിൽ നോക്കിയാൽ 3.5 മണിക്കൂർ ദൈർഘ്യമുള്ള വമ്പൻ ക്യാൻവാസിൽ ഉള്ള ഒരു ശരാശരി എൻ്റർടൈൻമെൻറ്റ് രസം തരുന്ന പടമാകുന്നു കുബേര. ഒന്നാം പകുതിയും കഥ ബിൽഡ് ചെയ്തതും ഗംഭീരമായി തന്നെ തോന്നി. ദാറ്റ്സ് ഓൾ.